നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ 3 സെറ്റിങ്സ്. തീർച്ചയായിട്ടും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ട 3 സെറ്റിങ്സാണ്. കാരണം നിങ്ങളുടെ ഫോണിലേക്കൊക്കെ ഓരോ പരസ്യങ്ങൾ പറഞ്ഞ് പല ആളുകളും കോൺടാക്റ്റിൽ വിളിക്കാറുണ്ട്. ചില സാഹചര്യത്തിൽ നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സേജിലൊക്കെ നമുക്ക് പരസ്യങ്ങളുള്ള മെസ്സേജ് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കോൺടാക്റ്റ് ആരാണ് ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് പരസ്യത്തിൻ്റെ കോളുകൾ വരുന്നതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോ ആപ്പുകൾക്കും മറ്റ് വെബ്സൈറ്റുകൾക്കൊക്കെ പെർമിഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ വായിച്ച് നോക്കാതെ പെർമിഷൻസ് കൊടുക്കും. ഈ പെർമിഷൻസ് കാരണം നിങ്ങളുടെ കോൺടാക്റ്റുകൾ മറ്റ് തേർഡ് പാർട്ടി സൈറ്റുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺടാക്റ്റുകൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുകയും നിങ്ങൾക്ക് പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയും നിങ്ങളുടെ കോൺടാക്റ്റുകൾ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്ത് അവർ ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺടാക്റ്റ് നമ്പർ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സെറ്റിങ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഗൂഗിൾ ക്രോമാണ്. കാരണം ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്. ഓരോ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെയൊക്കെ നമ്മൾ ഓരോ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്ക് വേണ്ടി പെർമിഷൻസ് കൊടുക്കും. ഇങ്ങനെ നമ്മൾ പെർമിഷൻസ് കൊടുത്തത് കാരണം അവർ നമ്മുടെ കോൺടാക്റ്റുകൾ എടുക്കും. അവർ മറ്റ് ആളുകൾക്ക് ഇത് സെയിൽ ചെയ്യും. ബിസിനസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൺടാക്റ്റ് അവർ കൈമാറി, അങ്ങനെ നിങ്ങൾ ഇതുപോലെ ആയിരക്കണക്കിന് കോൺടാക്റ്റുകൾ കൈമാറി അവർ ക്യാഷ് ഉണ്ടാകും. ആ കോൺടാക്റ്റ് കിട്ടുന്ന ആളുകൾ അവരുടെ പരസ്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. നിങ്ങൾക്ക് കോൾ ചെയ്തിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതേ ഓഫ് ചെയ്യാന്നുള്ളത് ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഒന്നാമത്തെ സെറ്റിങ്സ് കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അഡ്രസ് ആൻഡ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ സേവ് ആൻഡ് ഫിൽ അഡ്രസ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ സച്ച് ആസ് ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ് ആൻഡ് ഡെലിവറി അഡ്രസ്. നിങ്ങളുടെ എല്ലാ ഡാറ്റയും, അതായത് കോൺടാക്റ്റ് നമ്പർ മാത്രമല്ല, നിങ്ങളുടെ അഡ്രസ്സ്, ഡെലിവറി അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം അവർ മറ്റുള്ള തേർഡ് പാർട്ടി ആപ്പുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യപ്പെടും. അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഫോണിനകത്ത് ഇത് സേവ് ആകും. സേവായി പിന്നെ നമ്മുടെ ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും അവർക്കൊക്കെ നിങ്ങളുടെ ഡാറ്റ കുക്കീസ് വഴി സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഞാൻ ഓരോ തവണ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ സ്ഥലത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ടും ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മുകളിലുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒന്നാമത്തെ സെറ്റിങ്സാണ്. രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് വരാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഭാഗത്തോ അല്ലെങ്കിൽ മധ്യഭാഗത്തോ, ഞാനിവിടെ താഴെ ഭാഗത്താണ് കാണുന്നത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓൾ സർവീസസ് എന്നുള്ള ഒരു ഓപ്ഷൻ വലതു ഭാഗത്ത് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കാണാം നിങ്ങൾക്ക് ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ളത് ഓണായി കിടക്കുകയാണ്. ഇവിടെ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. തേർഡ് പാർട്ടി ആപ്പുകൾക്ക് വേണ്ടി നിങ്ങളുടെ കോൺടാക്റ്റുകൾ നിങ്ങളുടെ അനുവാദത്തോടെ അത് ഷെയർ ചെയ്യപ്പെടുമെന്ന് ഇവിടെ കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഓരോ ആപ്പുകൾക്ക് വേണ്ടി പെർമിഷൻസ് കൊടുക്കുന്നുണ്ട്. അത് കോൺടാക്റ്റ് പെർമിഷൻസ് ഉണ്ടാകും, അത് നമ്മൾ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ ഷെയർ ചെയ്യപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കും. മൂന്നാമത്തെ സെറ്റിങ്സും നമ്മുടെ മൊബൈൽ ഫോണിനകത്താണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ പെർമിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെർമിഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പെർമിഷൻ മാനേജർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്ത് പെർമിഷൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കോൺടാക്ട്സ് എന്നൊരു പെർമിഷൻ കാണാൻ സാധിക്കും. ഇവിടെ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കോൺടാക്റ്റ് പെർമിഷൻ കൊടുത്ത എല്ലാം മുകളിൽ അലോവ്ഡ് എന്ന് കാണുന്നതിന് നേരെ താഴെ കാണുന്നതൊക്കെ നമ്മൾ കോൺടാക്റ്റ് പെർമിഷൻ കൊടുത്തതാണ്. ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നോട്ട് അലോവ്ഡ് എന്ന് താഴെ ഭാഗത്ത് കാണാം. അതിനകത്ത് താഴെ കാണുന്ന ആപ്പുകൾക്കൊക്കെ കോൺടാക്റ്റ് പെർമിഷൻ കൊടുക്കാത്തതാണ്. അപ്പോൾ മുകളിലായിട്ട് നമ്മൾ കോൺടാക്റ്റ് പെർമിഷൻ കൊടുത്ത ആപ്പുകൾ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് പെർമിഷൻ ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉണ്ടാവും. അത്തരം ആപ്പുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും, അത്തരം പെർമിഷൻസ്. കാരണം ഇതിലൂടെ നിങ്ങൾ പെർമിഷൻസ് കൊടുക്കുന്നതോടുകൂടി ഈ ആപ്പുകൾക്കൊക്കെ നിങ്ങളുടെ കോൺടാക്റ്റിലേക്ക് കിടക്കാനും നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കോൺടാക്റ്റുകൾ അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ കാരണമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മാക് മൈ ട്രിപ്പ് എന്നൊരു ആപ്പുണ്ട്. ഈ മാക് മൈ ട്രിപ്പ് എന്നുള്ള ആപ്പിനകത്ത് നമുക്ക് ഒരിക്കലും കോൺടാക്റ്റ് പെർമിഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മാക് മൈ ട്രിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോൺടാക്റ്റ് പെർമിഷൻ അലോ എന്നായിരിക്കും കാണുന്നത്. ഇവിടെ താഴെ ഡോൺ അലോ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജീബോർഡ് എന്നുള്ളൊരു ആപ്പ് ഇവിടെ കാണാം. ഈ ഗൂഗിൾ ജീബോർഡ്, അതായത് നമ്മുടെ കീബോർഡ് ആപ്പാണ്. കീബോർഡ് ആപ്പ് നമ്മുടെ കോൺടാക്റ്റിൻ്റെ ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് യുക്തിപരമായി ചിന്തിച്ചാൽ മനസ്സിലാകും നമുക്ക് കോൺടാക്റ്റ് ലിസ്റ്റ് ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്പുകളുണ്ട്. അത്തരം ആപ്പുകൾക്ക് അത്തരം പെർമിഷൻസ് ആവശ്യമില്ല. അത് നമുക്ക് ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റുകൾ ഉപയോഗിക്കില്ല. ബാങ്ക് ആപ്പുകൾക്കും അതുപോലെ തന്നെ വാട്സപ്പ് പോലുള്ള ആപ്പുകൾക്ക് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ ആവശ്യമുണ്ടാകും. കാരണം
ഇപ്പോൾ വാട്സപ്പിനകത്ത് കോൺടാക്റ്റ് പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് കോൺടാക്റ്റുകൾ നമ്മുടെ വാട്സപ്പിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അത്തരം പെർമിഷൻസുകൾ അത്തരം ആവശ്യമുള്ള ആപ്പുകൾ കൊടുക്കുക, അല്ലാത്ത ആപ്പുകൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്ര 3 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിച്ചത്. ഈ 3 സെറ്റിങ്സും തീർച്ചയായിട്ടും നമ്മൾ ഓഫ് ചെയ്യേണ്ട സെറ്റിങ്സുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.